ഏഷ്യ കപ്പിൽ സഞ്ജുവിന്റെ സ്ഥാനം എവിടെയായിരിക്കും? ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും കൂടി ഓപ്പൺ ചെയ്യുമോ? ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് ജിതേഷ് ശർമ്മയെ ഉൾപ്പെടുത്തുമോ? സഞ്ജു സാംസൺ ബെഞ്ചിൽ ഇരിക്കേണ്ടി വരുമോ? ആരാധകർക്ക് കുറച്ചു ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. അതായത് സഞ്ജു ആരാധകർക്ക് ആകാംക്ഷ അടക്കുവാൻ പറ്റുന്നില്ല. ഈ ഏഷ്യ കപ്പിലെ പ്രകടനം തന്നെ ആയിരിക്കും അടുത്ത വർഷം വേൾഡ് കപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡം എന്നുള്ളത് കൊണ്ട് സഞ്ജുവിനെ ഞാൻ പുറത്തിരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ലോകകപ്പിലേക്കുള്ള 2020 ലോകകപ്പിലേക്കുള്ള ടീം സെലക്ഷനെ ഒരുപാട് ബാധിക്കും എന്ന് തീർച്ചയായും ഉറപ്പാണ്. സഞ്ജു ചിലപ്പോൾ പുറത്തു പോകേണ്ടി വരും. ഇപ്പോഴത്തെ ഒരു പുതിയ അവകാശവാദവുമായി എത്തിയിരിക്കുകയാണ് ഒരു മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര. അതായത് ഏഷ്യ കപ്പിൽ സഞ്ജുവിനെ പരിഗണിക്കരുത്, പകരം ജിതേഷ് ശർമ്മയാണ് പരിഗണിക്കേണ്ടത്. അതേപോലെ തന്നെ ലോകകപ്പ് ടീമിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കരുത് എന്നും പറയുന്നു അദ്ദേഹം പറയുന്ന ഒരു വ്യത്യസ്തമായ കാരണം കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ സഖ്യം ഓപ്പൺ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഏറ്റവും നല്ല ബെറ്റർ ചോയ്സ് നമ്മുടെ ജിതേഷ് ശർമ്മയാണ്. 1 മുതൽ 3 വരെയുള്ള സ്ഥാനങ്ങളിൽ അദ്ദേഹം ഓപ്പണിങ്ങിന് ഇറങ്ങിയപ്പോൾ 25 ശരാശരിയിൽ അദ്ദേഹം ഏകദേശം 138 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചിട്ടുണ്ട് ഇന്ത്യക്കായി. രണ്ടാമത് 3 മുതൽ 7 വരെയുള്ള സ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡ് മികച്ചതാണ്. അതായത് അദ്ദേഹം 168 സ്ട്രൈക്ക് റേറ്റുകളിൽ ഏകദേശം 33 റൺ സ്കോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും മികച്ച ചോയ്സ് വിക്കറ്റ് കീപ്പർ ചോയ്സ് അദ്ദേഹമായിരിക്കുമെന്നും സഞ്ജുവിനെ ഏഷ്യ കപ്പിൽ പരിഗണിക്കാൻ സാധ്യതയില്ല എന്നുമാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ലോകകപ്പിലേക്കുള്ള ടീമിൽ ജിതേഷ് ശർമ്മയെ ഉൾപ്പെടുത്തണം, സഞ്ജു സാംസനെ ഉൾപ്പെടുത്തരുത്. സഞ്ജു സാംസന്റെ റെക്കോർഡ് വളരെ ദയനീയമാണ് മിഡിൽ ഓർഡറുകളിൽ. സഞ്ജു സാംസൺ മിഡിൽ ഓർഡറുകളിൽ ഇന്ത്യക്കായി കളിച്ച 25 മത്സരങ്ങൾ കളിച്ചിട്ട് 18.23 ആണ് അദ്ദേഹത്തിന്റെ ആവറേജും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശരാശരിയും വളരെ താഴെയാണ്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം സഞ്ജുവിനെ പറ്റി തീർച്ചയായും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് സഞ്ജു ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗ് സ്ഥാനങ്ങളിൽ ഏകദേശം 18 മത്സരങ്ങൾ കളിച്ചു. അതിൽ 178 സഞ്ജുവിന്റെ ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ്. അതേപോലെ തന്നെ ബാറ്റിംഗ് ആവറേജ് ഏകദേശം 30 റൺസിനും 40 റൺസിനും ഇടയിലാണ്. അത് സമ്മതിക്കുന്നു അദ്ദേഹം. പക്ഷെ ശുഭ്മാൻ ഗില്ലുള്ള ഒരു സമയത്ത് അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും മാത്രം ഓപ്പൺ ഇറങ്ങിയാൽ മതിയെന്നും സഞ്ജു സാംസൺ ഓപ്പണിംഗിലേക്ക് പരിഗണിക്കേണ്ടെന്നും അപ്പോൾ ആ ഒരു പൊസിഷൻ ആപ്റ്റ് ആയത് ജിതേഷ് ശർമ്മയാണ്, ഫസ്റ്റ് ചോയ്സ് കീപ്പർ ജിതേഷ് ശർമ്മ ആയിരിക്കണം എന്നുമാണ് ആകാശ് ചോപ്രയുടെ അവകാശവാദം. സഞ്ജു ആരാധകർക്ക് ഇതത്ര പിടിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഒരു മലയാളി ക്രിക്കറ്റ് ആരാധകനായി എനിക്കും ഇതത്ര പിടിച്ചിട്ടില്ല. ജിതേഷ് ശർമ്മ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ RCBക്ക് വേണ്ടി IPL സീസണിൽ ഒരു നല്ലൊരു ഫിനിഷർ റോളിലേക്ക് കളിച്ചു, മികച്ച ഇന്നിങ്സുകൾ കളിച്ചു. RCBക്ക് കപ്പെടുക്കാൻ അവസാന ഇന്നിങ്സ് അദ്ദേഹത്തിന്റെ ആയിരുന്നു കാരണം. അവസാന കളികളിലെ RCBയുടെ അദ്ദേഹം ഒരുപാട് സഹായിച്ചു. പക്ഷേ ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ കുപ്പായത്തിൽ കളിച്ചു കാണാനാണ് ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്നത്, ഞാനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകാശ് ചോപ്രയുടെ പറയാനുള്ള ഒരു കാര്യം, ഓപ്പണിംഗ് സ്ലോട്ടിൽ സഞ്ജുവിന്റെ റെക്കോർഡ് വളരെയേറെ വലുതാണ്. ജിതേഷ് ശർമ്മയുടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗജാന്തര വ്യത്യാസമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഞ്ജു തന്നെ ഓപ്പൺ കയറും, സഞ്ജു നന്നായിട്ട് പെർഫോം ചെയ്യും, സഞ്ജു വേൾഡ് കപ്പും കളിക്കും എന്ന് ആശിച്ചുകൊണ്ടാണ് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ.